ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുന്നത്, മംഗലാരം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തിരിച്ച് മംഗലാരം പോകുന്നത് അടുത്ത് കുറച്ച് ഇതെല്ലാം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ബാൻഡ്സ് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്കിയിട്ട് ഫസ്റ്റാണ് ഞാൻ പുറത്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റിലും വേറെ ഉണ്ട്. അപ്പോൾ അതിനിങ്ങനെ തൊട്ടോണ്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റായിട്ട് മുറിച്ചൊന്നുമല്ല, എത്ര ഒരു 2 years ബാക്ക് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ബെൽഡാവാൻ കുറേ എടുത്തിന്. അതിന് കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അത് ബെൽഡാവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇല്ല ഞാൻ മുറിക്കില്ല, ഇനി ഞാനങ്ങനെ മുടി എന്തായാലും മുറിക്കില്ല എന്നല്ലോ. പിന്നെ ഒരു ദിവസം ബർത്ത്ഡേ ഞാൻ മുറിച്ചെങ്കിൽ എന്താ അങ്ങനെ മുറിച്ച്. അപ്പോൾ കുറേ സമയം കാറിൽ ബേനിയായി. അങ്ങനെ അതൊക്കെ അത് തീരുമ്പോഴേക്കില്ല ഞങ്ങൾ മംഗലാരം എത്തി. അപ്പോൾ ഞങ്ങൾ മംഗലാരം പോകാനുള്ള മെയിൻ റീസൺ എന്താ പറയുന്നത്, ഒന്ന് പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മക്ക് സുഖം ഉണ്ടായിട്ടാണ്. അപ്പോൾ ഓരോം കൂടി കാണാറിഞ്ഞിട്ട് പോയത്. ഒരു ഫസ്റ്റ് ന്യൂറോ ഹോസ്പിറ്റലിലുണ്ടായത്, ഇപ്പോൾ ഒരു നെറ്റ്. അങ്ങനെ കുറേ കാത്ത് ഞാൻ ഉമ്മ പോയതാണെന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ തായാടി ഇരുന്നിട്ട് വെയിറ്റ് ആക്കാൻ കുറേ സമയം ഇരുന്നിട്ട് ബെനിത്ത്. അങ്ങനെ ഉമ്മ പോയിട്ട് അവിടെ കണ്ടിട്ട് ഓർത്തായപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം മുണ്ടിട്ട് ഞങ്ങൾ ആടുന്ന നേരെ റിട്ടേൺ ആയി. ഞാൻ എന്നിട്ട് മുടിയിൽ കളിക്കുന്നത് നിർത്തിയില്ല, മുടി ഇങ്ങനെ തൊട്ടുകൊണ്ടുള്ളതുകൊണ്ട്. എന്നിട്ട് ആടുന്ന നേരെ സിറ്റി സെൻറ്ററിൽ പോകാമെന്ന് ചോദിച്ചു. ഏതായാലും ഇങ്ങോട്ട് വന്നല്ലേ. അപ്പോൾ കട നല്ല ട്രാഫിക് ഉണ്ടായിന്. സിറ്റി സെൻറ്ററിൽ പോകുന്ന റോഡിലേക്ക് ഇങ്ങനെ മെല്ലെ പോകുന്നുണ്ടായി, ഭയങ്കര ട്രാഫിക് ഉണ്ടായി. അപ്പോൾ ഞങ്ങളൊന്നിച്ചല്ല, മൂത്തമ്മ വേറെ തന്നെ പോകുന്നുണ്ടായത്. മൂത്തമ്മക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു ബാംഗ്ലൂർ. അങ്ങനെ മൂത്തമ്മാവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ ഈ ട്രാഫിക്കിൽ നിന്നിട്ട് വെയിറ്റ് ആക്കുമ്പോഴൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു വണ്ടി ഞാൻ നോക്കി വെറുതെ നോക്കുമ്പോഴൊക്കെ ഉണ്ട് മൂത്തമ്മാൻ്റെ ഒരു വണ്ടി. അങ്ങനെ ഈ കാണുന്ന ബ്ലാക്ക് കേട്ട മൂത്തമ്മാൻ്റെ പുറത്ത്. അങ്ങനെ നമ്മൾ ട്രാഫിക്ക് നോക്കിയായി. എന്നിട്ട് നേരെ നമ്മളെല്ലാവരും CCയിലേക്ക് പോയി. അങ്ങനെ മൂത്താനെ കുറെല്ലാം ഉണ്ടായിരുന്നു. മൂത്തമ്മാൻ്റെ ഒരു മോള്, പിന്നെ ഒരു മോൻ. അങ്ങനെ അവിടെ വണ്ടി പാർക്കാക്കിയിട്ട് ഞങ്ങൾ ഈ സണ്ണിനെ കാണാൻ ഞാൻ അങ്ങോട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ആടിന് കാണുന്ന വ്യൂ ഇത്. അങ്ങനെ കുറച്ച് സണ്ണിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് അതിൻ്റെ അയച്ച് നമ്മൾ ആടിന് കുറച്ച് ബിസിയെല്ലാം പറഞ്ഞ് ചോറ് വെച്ചിനോ നേരത്തെ ബന്ന അങ്ങനെ എന്തെല്ലാം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ കുറച്ച് സമയം ബിസിയെല്ലാം പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത്. ഞാനെടുത്തല്ല, ഞാൻ കുറച്ച് സണ്ണിൻ്റെ അതിൻ്റെ ഫോട്ടോ എടുത്ത്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് CCയിലേക്ക് കയറി. അപ്പോൾ അവിടെ ഇതെല്ലാം ചെക്കിങ് പോലത്തെ ഇതില്ല. അതിൽ കയറുമ്പോൾക്ക് ബാഗിൽ നിന്ന് ഇങ്ങനെ കീയായി. ബാഗിലെന്തും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരല്ലി ഹാൻഡ് ബാഗ് കൊണ്ടുപോകുന്നെങ്കിൽ അതെന്തെങ്കിലും ചെക്കാക്കണം. എന്നിട്ട് ഉമ്മാൻ്റെ ഹാൻഡ് ബാഗെല്ലാം ചെക്കാക്കി എന്നിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് നേരെ പോയി ലിഫ്റ്റിൽ കയറിയിട്ട്. എന്നിട്ട് അവിടെ നോക്കുമ്പോൾ കടന്തോ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നോക്കുന്നതിന് അവൻ്റെ പേര് റായിലു. അങ്ങനെ റായിലുക്ക് അതെല്ലാം കാണിച്ചു കൊടുത്ത് പുള്ള കളറാക്കുന്നില്ല നമുക്ക് നോക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ ഷോച്ചിൽ കയറി. അന്ന് ഡ്രസ്സ് നോക്കാൻ വേണ്ടി മാത്രം. അനക്കന്ന് ഡ്രസ്സൊന്നും ഇവിടെ അവൈലബിൾ അല്ല. എന്തായിരുന്നെങ്കിൽ ഞാനെല്ലാം ഇട്ടെങ്കിൽ അവൾക്കിങ്ങനെ ലൂസ് പോലെ ഉണ്ടാവും. അതിൻ്റെ ഓരെല്ലാം നോക്കി മാത്രം ഓർക്കൊന്നും അൺസ്യൂട്ടായിട്ടാണ്. എന്താവും ഞാൻ കുറച്ച് കണ്ണാടിയിൽ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് തന്നെ കണ്ണാടിയിൽ നോക്കി. അപ്പോൾ ഓരോ ഡ്രസ്സ് നോക്കുന്നതന്നെ. അത് ഞാൻ അങ്ങനെയാണ് നിൽക്കുന്ന സമയം പാന്നിങ്ങനെ എടുക്കുന്നത്. നമുക്കൊക്കെ നിൽക്കാറ് മനസ്സിലാവും. ഞാൻ കുറച്ച് വീഡിയോ ഇതിലേക്ക് വേണ്ടിയിട്ടുണ്ട് ചെറിയ ക്ലിപ്പിങ്സ് എടുത്താണ്. അപ്പോൾ ഓന് വന്നിട്ട് ഇങ്ങനെ തുണിപ്പാത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ നേരെ സോച്ച് കഴിഞ്ഞു. അവിടെ നിന്ന് എന്തോ വലിയ ഇഷ്ടമായില്ല, കിട്ടിയിട്ടാണ് നമുക്ക് ആർക്കൊണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടായിട്ടാണ്. അതിനങ്ങ് ആദ്യം നേരെ കഴിഞ്ഞിട്ട് എൻ്റെ സോച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴത്തെ ഫ്ലോറിൽ പോയി. അപ്പോൾ താഴത്തെ ഫ്ലോറിലാണ് കളറിങ് കോമ്പറ്റീഷന് ഇതുണ്ടായത്. അപ്പോൾ ആടക്ക് സേറിഷിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ആടിന് ചോദിച്ചു. അപ്പോൾ സേറിഷ് പറഞ്ഞു ഞാൻ പോകുന്നില്ല. സേറിഷിനുണ്ടെങ്കിൽ സിസാക്കൊണ്ടതിന് മാത്രം ഒരു 2 ആൾ പോകുന്നില്ല. അങ്ങനെ എപ്പോൾ പോകുന്ന എനിക്ക് മാക്സിലേക്ക് തന്നെ കയറി. മാക്സ് ഒന്ന് കിട്ടലുണ്ട് സാധാരണ ഡ്രസ്സ് മാത്രം. ഇതിൽ നോക്കിയിട്ട് ഇതിൽ വലിയ എന്തോ എനിക്ക് ഇഷ്ടമായിട്ടാണ്. പിന്നെ എല്ലാം ഉണ്ട പോലെ തന്നെ അവിടെ ഉണ്ടായിക്കൊണ്ടുണ്ടായി. പക്ഷെ ഇതടെ ഒറ്റയ്ക്ക് വേണ്ടി കളിക്കുന്നത്. അപ്പം ഞാനും ഇടയിൽ മെല്ലെ പോയിട്ട് കുറച്ച് കളിച്ച് അതിൻ്റെ ഒക്കെ അനുസരിച്ച് ഉമ്മനും മുത്തുമ്മനും കാണുന്നേ ഉണ്ടായിട്ടാണ്. അപ്പം ഞാനും മെല്ലെ ഓരെ തപ്പിയിട്ട് പോയി. ഓരെ തപ്പിയിട്ട് പോകുമ്പോൾക്ക് ഒരു സൈഡ് സേറിഷിന് ഡ്രസ്സ് നോക്കുന്നുണ്ട്, ഉമ്മ മുത്തുമ്മല്ലാം അപ്പുറം ഉണ്ടായി. അങ്ങനെ ഞാൻ കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന്. അങ്ങനെ കുറച്ച് കമ്മൽ ട്രൈ ആക്കി നോക്കി. എന്നിട്ട് എനിക്കതാ ഈ റിങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സേറിഷിന് ഒരു ക്ലിപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് 2 ബില്ലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബില്ലാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം തന്നെ കാക്കിപ്പിച്ച്
കുറേ സമയം അവിടെ വെയിറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് ഓരങ്ങൾക്ക് ബില്ലാക്കിയിട്ട് തന്ന്. അടുത്ത ചെക്കൻ ഫസ്റ്റ് ടൈം ഉണ്ടായെന്ന് തോന്നുന്നു, ഇനി മെല്ലാക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാ കൗണ്ടർ അടുത്ത ക്ലോസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കമ്മൽ വാങ്ങിയിട്ട് ഞാൻ ആടുന്ന് തന്നെ അതിനെ ഇട്ടു. ഞാൻ ആടുന്ന് ഇട്ട് നോക്കിയിട്ട് എൻ്റെ കമ്മൽ ഞാൻ ഇട്ടിട്ടുണ്ടായിട്ട. അപ്പോൾ വാങ്ങിയിട്ട് വന്ന് എൻ്റെ അപ്പം തന്നെ ഞാൻ ആ കമ്മൽ വാങ്ങിയിട്ട് ഇട്ടു. അങ്ങനെ പിന്നെ കമ്മലിട്ടതിന് ശേഷം അതിൻ്റെ കുറച്ച് ഇതെല്ലാം പിടിക്കുന്ന അങ്ങനെ കുറേ സമയം കമ്മലിട്ടിട്ട് കുറച്ച് ഇതെല്ലാം നോക്കി. അതിൻ്റെ അവിടെ തൊപ്പിയാണ്, അങ്ങനെ തൊപ്പി വെച്ച് നോക്കി. അപ്പോൾ അത് എൻ്റെ തലയിലേക്ക് ആണില്ല, അത് ചെറിയ ആളെ തൊപ്പിയും തോന്നും. ഞങ്ങൾക്കത് ഞാൻ വലുതായതുകൊണ്ട് എൻ്റെ തലയിലേക്ക് അത് പിടിച്ചിട്ട് അങ്ങനെ നേരെ ലൈഫ് സ്റ്റൈലിൽ പോയി ഷെസാക്ക ഡ്രസ്സ് നോക്കാൻ വേണ്ടി. മാത്രം ആദ്യം ഷെസാക്ക കിട്ടിയിട്ട ഡ്രസ്സ്. അങ്ങനെ മൂത്തമാൻ്റെ ആടുന്ന് പോകുന്നായിരുന്നു. രാത്രി ഒരു 8 മണിയെല്ലാം ആകുമ്പോൾ മൂത്തമാൻ്റെ പോകുന്നായിരുന്നു. അപ്പോൾ യോനി ഈ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് കൊണ്ടുവരുന്നു. ഓനൊരിക്കൽ കയറിയിന്, എന്നിട്ടും ഓന് ഈ കാറിൽ കയറിയിട്ട് അതിനെ ഉണ്ടെന്ന് എഴുതുന്നത്. മാത്രം അത് ഉണ്ടാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഓനെ കളിച്ചുകൊണ്ടിരുന്നേ ഓനവിടുന്ന് വരുന്നേ ഉണ്ടായിട്ടാണ്. വഴി മൂത്തമ്മ പോകുന്ന പറഞ്ഞിട്ട് ഓനവിടുന്ന് കൊണ്ടുവന്നു. അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ അവനെ തട്ടിട്ടുണ്ടായിന്. അപ്പം മൂത്തമ്മ ഓനോട് പറഞ്ഞു, ബാ നമുക്ക് പോവാ, ഓരങ്ങോട്ട് പോട്ട്. ഓന് പറഞ്ഞു ഇല്ല, ഞാൻ ഓനെൻ്റെയൊക്കെ വരുന്നത് പറയുന്നു. അങ്ങനെ ഓന് പോകുന്നില്ല അല്ല പറഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വരെ ഓനാക്കി. എന്താ വെച്ചെങ്കിൽ നമ്മൾ പൂട്ടീനോറൊക്കെ തന്നെ മാത്രം ഗോസ്റ്റ് ഹൗസിൽ കയറുന്നു പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ സൈനൊരിക്കൽ കയറിന് പറഞ്ഞു. അപ്പോൾ യോറൊക്കെ ഏറ്റാ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ആക്കാൻ വേണ്ടി. ഗോസ്റ്റ് ഹൗസിലത്തെ ആൾക്കാർ ഞാൻ മുന്നേ കണ്ടത് കൊണ്ട് എനിക്ക് വലിയ പേടിയായിട്ടാണ്. അതെങ്കിൽ നിങ്ങൾ ഗോസ്റ്റ് ഹൗസിൽ പോയത് നോക്കിയിട്ട് ബാ. എന്താ വെച്ചെങ്കിൽ സേറിച്ച് നല്ല പങ്ങിൽ കയറിഞ്ഞിന് ഗോസ്റ്റ് ഹൗസിൽ കയറിയിട്ട്. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് ബാ. Don't do splash today. മതി ഇല്ല 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 അങ്ങനെ ഇതാ ഗോസ്റ്റ് ഹൗസിൽ കയറി നമുക്ക് കഴിയുമ്പോൾ ഉമ്മ ഡോറിൻ്റെ ഭാഗത്ത് തന്നെ നിന്നിന്. എന്തെങ്കിലും സേറിച്ച് നല്ലോണം കൂക്കിയല്ലോ. അപ്പോൾ ഉമ്മ പേടിച്ചോ എന്തായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉമ്മ പറഞ്ഞു കുഞ്ഞ് നല്ലോണം പേടിച്ചതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കണ്ടിന് അടുത്ത 2-3 ചെക്കന്മാർ തന്നെ ഗോസ്റ്റ് ഹൗസിൽ എന്നിട്ട് പേടിപ്പിക്കുന്നത്. അവരെ കണ്ടോണ്ടാണ് നമുക്ക് വലിയ പേടിയായിട്ട്. എനിക്ക് പയ്യനെ പറഞ്ഞു സേറിച്ച് ചെറുതല്ലേ മതിയാക്കിയത് എന്ന് മാത്രം ഓർ കുറച്ചിങ്ങനെ പേടിപ്പിച്ചോണ്ടുണ്ടായി. അങ്ങനെ ആദ്യം നമ്മൾ നേരെ സിറ്റി സെൻറ്ററിൽ നിന്ന് തിന്നാനൊന്നും നിന്നിട്ട് എൻ്റെ പറഞ്ഞെങ്കിൽ നമുക്ക് വേറെ കഫേ ഉണ്ട്, അവിടെ പോയിട്ട് തിന്നാൻ പറഞ്ഞ്. സിറ്റി സെൻറ്ററിൽ നമ്മൾ ആരും ഫുഡായിരുന്നു വേണ്ടാറ്. അങ്ങനെ ഇച്ചപ്പാടിയിൽ നമ്മൾ നേരെ കൈറോസ് എന്ന് പറഞ്ഞ ഒരു കഫേയിലേക്ക് കയറി. അവിടെ എൻട്രൻസിൽ തന്നെ ഒരു ഊഞ്ഞാലുണ്ട്, പിന്നെ പുറത്ത് ഔട്ട്ഡോർ സെറ്റിങ്സും ഉണ്ട്. അവിടെ എന്തോ ബ്രൈറ്റ് എന്തോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളെല്ലാം ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ മെനു നോക്കിയിട്ട് എന്ത് ഓർഡർ ആക്കണ്ടേ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനും ഉമ്മാനിങ്ങനെ വിളിച്ചിട്ട് ഉമ്മ നോക്കിയേ പറഞ്ഞിട്ടാകുമ്പോൾ ഉമ്മിങ്ങനെ നോക്കിയിട്ട് ഇതെല്ലാം ആക്കി. അങ്ങനെ ഞങ്ങൾ എന്ത് ഓർഡർ ആക്കണ്ടേ പറഞ്ഞിട്ട് കുറച്ച് സാധനം ഞങ്ങൾ ഓർഡർ ആക്കി. അതിൻ്റെ പേരെന്ത് ചോദിച്ചെങ്കിൽ ഞങ്ങൾക്ക് പറയാനറിയില്ല. എന്ത് പറഞ്ഞെങ്കിൽ അതിൻ്റെ എല്ലാം വലിയ പേര് ബായിൽ വരാത്ത പേരാണ് അടുത്ത മെനുവിലുണ്ടായത്. മാത്രം നമുക്കത് മനസ്സിലാകുന്നുണ്ട്. എന്താ വെച്ചാൽ തായേനെ എക്സ്പ്ലെയിൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ത് സാധനവും. അങ്ങനെ ആടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അവിടെ ഇങ്ങനെയും ഊഞ്ഞാലിലുണ്ട്. ഞാൻ ആടുന്നല്ലോണേ അവിടെ എന്തോ നേരത്തെ ഞാൻ ചെല്ലാൻ എനിക്ക് എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ആടത്തോള് അതിനെല്ലാം ഊരിയിട്ടെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ഓർഡറാക്കിയ ഓരോരോ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ബ്ലൂബെറി ഷേക്ക്, പിന്നെ മറ്റേത് ലോഡഡ് ഫ്രൈസ് ഉണ്ടായത്, പിന്നെ ഇത് നഗറ്റ്സ് ടൈപ്പ് ഒന്ന്, പിന്നെ അത് മോമോസ്, പിന്നെ ജ്യൂസ് നോക്കൂ,
ഞങ്ങൾ ഓർഡർ ആക്കിയത് ഒന്ന് പീച്ച് പൈൻ്റ് ആയിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഒന്ന് ട്വിക്സ് ഷേക്ക്, അതും ഓക്കെ ഉണ്ടായിന്. വേറെ എന്താ ഓർഡർ ആക്കി നമുക്ക് ഓർമ്മയില്ല നേരെ. അങ്ങനെ മോമോസ് എനിക്ക് ഇഷ്ടം, അങ്ങനെ ഞാൻ മോമോസ് ആടുന്ന് തിന്ന് നോക്കി. മാത്രം ഇവിടുത്തെ ടൈപ്പ് മോമോസ് അല്ല അടുത്തൊരു വേറെ തന്നെ ടൈപ്പ്, മാത്രം പൊട്ടല്ല പാങ്ങണ്ടായിന്. അങ്ങനെ ഞങ്ങൾ ഇത്ര സാധനം വാങ്ങിയിട്ട് ഞങ്ങൾ ട്രൈ ആക്കിക്കും. ഇത് ഞാൻ പറഞ്ഞ പീച്ച് പൈൻ്റ്, ഇത് നല്ല പാങ്ങണ്ടായിന്. അടുത്ത ആംബിയൻസും അതെല്ലാം നല്ല പാങ്ങണ്ടായിന്. അതിൻ്റെ ഉള്ളിലൊരു അക്വേറിയം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് അടുത്ത സിറ്റിംഗ് ഏരിയ വരുന്നത്. അങ്ങനെ ആയിരുന്നു ഫുഡിൽ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ ആടുന്ന് കീഞ്ഞു. അങ്ങനെ നമ്മൾ ആടുന്ന് കഴിഞ്ഞിട്ട് നേരെ പോയത് വേറെ ഒരു ഗ്രോസറിയിൽ ചെന്ന് നിർത്തി. എന്നിട്ട് ആടുന്ന് കുറച്ച് ഡ്രിങ്ക്സും പിന്നെ ലേസ് അങ്ങനത്തെ എന്തെങ്കിലും മേങ്ങാൻ വേണ്ടിയിട്ട് ആടുന്ന് നിർത്തി. അങ്ങനെ ആടുന്ന് അതെല്ലാം മേങ്ങി. എന്നിട്ട് ടോൾ ഗേറ്റിന് മുന്നേ എത്തിച്ചതിൽ ഇവിടെ നല്ലൊരു കോഫി ഷോപ്പുണ്ട്. കോഫി ഷോപ്പല്ല, അവിടെ എന്തെല്ലോ ഉണ്ട്, ടീ കോഫി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്. പിച്ച പറഞ്ഞ ആടുത്തെ കോഫി നല്ല പാങ്ങുണ്ട്. എന്നിട്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ആടുന്ന് ഞാൻ കുടിച്ചിട്ട് കോഫി അമ്മ കോഫി കുടിക്കണം വേണ്ടിയിട്ട് അങ്ങനെ കോഫിയെല്ലാം കുടിച്ച് ടോൾ ഗേറ്റെല്ലാം കഴിഞ്ഞ് 11:30 ആകുമ്പോൾ നമ്മൾ റിട്ടേൺ നമ്മളെ പൊരിക്കേക്ക് എത്തി. അപ്പോൾ ചാർജെല്ലാം കഴിഞ്ഞ് ഫുള്ള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അണ്ടിൽ നെക്സ്റ്റ് ഡേറ്റ് ബൈ ബൈ.